ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്ത് യാസീൻ 55 മുതൽ 59 വരെ, പേജ് നമ്പർ 444, 444 പേജിലെ 55 മുതലുള്ള 59 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ പ്രധാനമായും അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. സൂചിപ്പിക്കാം. ഇന്ന അസ്ഹാബൽ ജന്ന, ഇവിടെ 2 ഷദ്ദ് നൽകപ്പെട്ട നൂന് വന്നു. ഇന്ന, അതുപോലെ അൽ ജന്ന. ഈ 2 നൂനിനെയും 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. നൂൻ മുഷദ്ദദ. ഇന്ന അസ്ഹാബൽ ജന്നതിൽ യൗമ ഫീ ശുഗുൽ. ഇതിൽ അസ്ഹാബ എന്ന് പറയുമ്പോൾ സ്വാദിന് തഫ്ഖീം കൊടുക്കണം. ഫീ ശുഗുലിൻ എന്ന് പറയുമ്പോൾ ഗൈനിനും തഫ്ഖീം നിസ്ബി ഉണ്ട്. ഫീ ശുഗുലിൻ ഫാകിഹൂൻ. ശുഗുലിൻ തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് മറച്ചു മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വചനത്തിൽ സ്വാദിനും ഗൈനിനും മാത്രമാണ് തഫ്ഖീമുള്ളത്, തടിപ്പിച്ചോതേണ്ടത്. ബാക്കി എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റെതാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഫീ ശുഗുലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാൽ. ഹും എന്നതിലെ സാക്കിനായ മീം, വഅസ്വാജുഹും ഇതിലുള്ള സാക്കിനായ മീം. ഈ 2 മീമും തന്നെ ഇൽഹാർ ഷഫവിയാണ്. ഒന്നിന് ശേഷം വാവും രണ്ടാമത്തേതിന് ശേഷം ഫാവുമാണ്. ഇത് 2ഉം സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. ഷഫവിയായ അക്ഷരങ്ങളാണ് വാവും ഫാവും എന്നതുകൊണ്ട്. ഹും വഅസ്വാജുഹും ഫീ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം. വാവിനും ഫായിനും മുമ്പിൽ സാക്കിനായ മീം അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അത് സൂക്ഷിക്കേണ്ടതാണ്. ഫീ ളിലാലിൻ അലൽ അറായികി. ളിലാലിൻ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി വെളിവാക്കേണ്ടതാണ്. മണിക്കാതെ വെളിവാക്കണം. അലൽ അറായികി. ഈ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. അലൽ അറായികി മുത്തകിഊൻ. ഇതിൽ ളിലാലിൻ എന്നതിലെ വാഇന് കുറഞ്ഞ തഫ്ഖീമാണ്, അതിന് കസ്റായതുകൊണ്ട്. ഈ വാ അല്ലാത്ത മറ്റൊരു ഹർഫും തന്നെ പിന്നെ റായിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. അലൽ റോ എന്ന ദീർഘം അലിഫ് റായിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. അപ്പോൾ ഇവിടെ റാഇൻ്റെ അലിഫ് ഇവ ഒഴിച്ച് മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ് എന്നതും ശ്രദ്ധിക്കുക. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും. ലഹും ഫീഹാ സുക്കൂൻ നൽകപ്പെട്ട മീം ഇൽഹാർ ഷഫവിയാണ്. ഫായിന് മുമ്പിൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. ഫാകിഹത്തുൻ വലഹും. ഇവിടെ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചുകൊണ്ടോതണം. ഫാകിഹത്തുൻ വലഹും വലഹും സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം മുത്തമാസിലൈനി സഗീർ എന്ന
ഇദ്ഗാമാണ്. അവിടെ പൂർണ്ണമായും ലയിപ്പിച്ച് ശബ്ദ നൽകപ്പെട്ട മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വലഹും മാ യദ്ദഊൻ. ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക. ഐനൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഉച്ചരിക്കണം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമുൻ, ഈ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. മണിക്കലിലും തഫ്ഖീം ഉണ്ടായിരിക്കണം. കാരണം ശേഷമുള്ളത് ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്തുച്ചരിക്കേണ്ട അക്ഷരമാണ് എന്നതുകൊണ്ട്. അപ്പോൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. മിൻ ഖൗലൻ മിൻ, തൻവീനിനെ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ശേഷം മിർ റബ്ബി, റബ്ബിൻ, മിർ റബ്ബിൻ. ഇവിടെ സാക്കിന നൂനിനെ റായിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെയും റബ്ബിൻ എന്നതിലെ തൻവീനിനെ ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെയും. അപ്പോൾ രണ്ടും ഇദ്ഗാം ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന നൽകിക്കൊണ്ട് മണിക്കാതെ ലയിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. രണ്ട് റാവും തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചോദനം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വംതാസുൽ യൗമ, വംതാസുൽ യൗമ. സ ൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നതും ശ്രദ്ധിക്കുക. വീണ്ടും അയ്യുഹൽ മുജ്രിമൂൻ. ഇതിലും തഫ്ഖീമിൻ്റെ അക്ഷരം ഒന്നും തന്നെ ഇല്ല. റാഇന് കസ്റായതിനാൽ അതിനും തർക്കീഖ്. അൽ മുജ്രിമൂൻ, ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. ഖൽഖല സുഗ്റ. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون